ഹായ് ഫ്രണ്ട്സ്, ബോൺ ഫോർ ട്രാവലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ അങ്ങനെ ഹോൺബിൽ ഫെസ്റ്റിവൽ കാണാൻ വന്നതാണ്. ഇന്നലെ രാത്രി നമ്മളിവിടെ എത്തി. നമ്മളിവിടെ നിന്ന് ബസ്സിനാണ് കൊഹിമയ്ക്ക് പോകുന്നത്. കൊഹിമയിലേക്ക് പോകാനുള്ള ബസ് പിടിക്കാനായിട്ട് വന്നതാണ്. ബസ്സിൻ്റെ ടിക്കറ്റൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങിയത്. ഇതാണ് ബസ് സ്റ്റാൻഡ്. ടിക്കറ്റിൻ്റെ ചാർജ് 130 രൂപ ഒരാൾക്ക്. അപ്പോൾ ഞങ്ങൾ 2 പേരുണ്ട്. അപ്പം നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ബസ്സിലേക്ക് കയറുകയാണ്. നാഗാലാൻഡിലേക്ക് വരാനുള്ള ഏക റെയിൽവേ സ്റ്റേഷൻ ദീമാപൂരാണ്. ദീമാപൂരിൽ നിന്നും ഏകദേശം 2.5 മണിക്കൂർ യാത്രയുണ്ട് കൊഹിമയിലേക്ക്. അത് ബസ് അല്ലെങ്കിൽ ടാക്സി അവൈലബിൾ ആണ്. ബസ്സുകളെല്ലാം നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഒരു ബസ് ഇടും, അതിൽ സീറ്റിലെ ആൾക്കാർ മുഴുവൻ നിറഞ്ഞു കഴിയുമ്പോഴും ബസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. കൊഹിമയ്ക്ക് പോകാനായിട്ട് ആവശ്യം പോലെ ആൾക്കാരുണ്ട്. എല്ലാം മലയാളികൾ, കേരളത്തിൽ നിന്നുള്ള. എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേരെ. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ കൊഹിമ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കിസാമയിലേക്ക് ഷട്ടിൽ ബസ് സർവീസ് ഉണ്ട്. ഇതാണ് കൊഹിമ ബസ് ടെർമിനൽ. ഇവിടെ നിന്ന് ഷട്ടിൽ ബസ് സർവീസ് ഉണ്ട്. അതാണ് ഈ കാണുന്നത്. പിങ്ക് ബസ് സർവീസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഷട്ടിൽ ബസ് സർവീസ് കിസാമയിലാണ് ഈ ഫംഗ്ഷൻ നടക്കുന്നത്. നമ്മളങ്ങ് അവിടേക്ക് പോവാണ്. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. കൊഹിമയിൽ നിന്ന് താഴോട്ടുള്ള വ്യൂ ആണ്. കൊഹിമ ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങളുടെ ബസ് അങ്ങനെ റെഡിയായിരിക്കുകയാണ്. സീറ്റൊക്കെ പിടിച്ചു വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ കാണുന്നതാണ് കൊഹിമ സിറ്റി. ഞങ്ങളിപ്പോഴുള്ളത് കിസാമ ഹെറിറ്റേജ് വില്ലേജിലാണ്. 11 മണിയായിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ ഒന്ന് കറങ്ങിയതിന് ശേഷം റൂമിന് വേണ്ടി റൂം തപ്പാനായിട്ട് പോയി. ഞങ്ങൾ റൂമൊന്നും നേരത്തെ ബുക്ക് ചെയ്തിട്ടില്ല. ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇനാഗ്രൽ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 4 മണിയാണ്. അപ്പോൾ ഞങ്ങൾ റൂം എടുത്തിട്ട് തിരിച്ചു വരാമെന്ന് കരുതിയിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി എല്ലാം ഒന്ന് കണ്ടിട്ട് പോകാൻ. ഇനാഗ്രേഷന് VIP-കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇവർ 2 സൈഡിൽ ലൈനായിട്ട് നിൽക്കുകയാണ്.
ഈ കാണുന്നത് ഹെറിറ്റേജ് വില്ലയിൽ ഉള്ള ഓരോ ഗോത്രങ്ങളുടെയും വീടുകളാണ്. അപ്പം ഇനി വേറൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.